പുറത്തിറങ്ങിയിട്ടും ഹാങ് ഓവർ മാറാത്ത ഒരുതരം അൺഎക്സ്പ്ലെയിനബിൾ ഇമോഷന്റെ താക്കോലാണ് ചിദംബരം 2.5 മണിക്കൂർ നീണ്ട ബാലൻ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകനിലേക്ക് നിറച്ചു തരുന്നത്. ഇമോഷണലി ഇന്റൻസ് ആയ ഒരു കഥ, അത് പറയുന്ന പശ്ചാത്തലം അതിന് ഏറ്റവും മികച്ച വേദിയാണ്. ആ കഥാപരിസരത്തെ എലവേറ്റ് ചെയ്യാൻ അതിനോട് ഇണങ്ങിപ്പോരുന്ന സംഗീതം, ആ കഥ ചോർച്ച ചെയ്തും കൂടാതെ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്ന ക്യാമറ, കഥയ്ക്കൊപ്പം നമുക്കും പേരറിയാത്ത ആ നാടിനും കാടിന്റെ ഭംഗിയും ഭീതിയും പേർന്ന ആ നാട്ടുവഴികൾ ബാലനൊപ്പം കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രിയദർശൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷത്തിൽ മലയാളത്തിൽ കണ്ട ഏറ്റവും മികച്ച സിനിമയായി ബാലൻ മാറുന്നതിന് ഇങ്ങനെ നിരത്താൻ കാരണങ്ങളേറെയാണ്. ജാനകിയമ്മൻ, മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചിദംബരം പ്രേക്ഷകന് വെച്ച് നീട്ടുന്ന മറ്റൊരു അത്ഭുതമാണ് ബാലൻ. ഒരമ്മയും കുഞ്ഞിന്റെയും ബന്ധത്തിൽ തുടങ്ങി പ്രേക്ഷകനെ ഇമോഷണലി ത്രില്ലിംഗ് മോഡിലേക്ക് അനായാസേന തള്ളിവിടുന്ന കഥയുടെ വഴക്കം. ഒരു കുഞ്ഞിനും അമ്മയ്ക്കുമൊപ്പം നമ്മളും ഒരു യാത്ര തിരിക്കുന്ന അനുഭവം. 2000-ലധികം പേരെ ഓഡീഷൻ നടത്തിയാണ് അതിൽ നിന്നും ഫർസാന പാലത്തിങ്കിൽ എന്ന ബാലനിലെ അമ്മയെ ചിദംബരം കണ്ടെത്തിയതെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തോന്നുന്നു. 2000 പേരെയും പിന്നിലാക്കി എങ്ങനെ അവർ ബാലനിലെ അമ്മയായി എന്ന ചോദ്യം ഇനി ആർക്കും ആവർത്തിക്കേണ്ടി വരില്ല. അതിഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് തിയേറ്ററിൽ പ്രേക്ഷകനെ ഞെട്ടിക്കുന്നു ഫർസാന. പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന സിനിമ അതങ്ങനെ ആദ്യ പകുതി എത്തുമ്പോഴേക്കും താളം മുറുകി കൊട്ടിക്കയറുന്ന അവസ്ഥ. എന്താ അമ്മേ നമ്മുടെ അടുത്ത കഥയെന്ന് ചോദിക്കുന്ന കുഞ്ഞിനെ പോലെ എന്താണ് അടുത്തതെന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകൻ. പിടിതരാതെ ആദ്യ അവസാനം വരെ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമയുടെ മാജിക്. തങ്ങൾക്ക് നടുവിലേക്ക് സ്നേഹമായോ സഹതാപമായോ മൂന്നാമതൊരാളെ കടന്നു വരാൻ അനുവദിക്കാതെ പരസ്പര പൂരകമായി ചലിക്കുന്ന ഒരമ്മയും മകനും. നമുക്ക് കാരണം അറിയുന്നതും അറിയാത്തതുമായ പലവിധമായ സാഹചര്യങ്ങളിൽ നിന്നും സർവൈവൽ പോലെ അവർ നടത്തുന്ന നിരന്തരമായ പലായനം. കൃത്യമായ ചുവടുകളോടെ എന്നാൽ എങ്ങോട്ടൊക്കെയോ ഒഴുകി മാറുന്ന അവരുടെ ജീവിതം. ഒരു ബാലനിലൂടെ അവന്റെ വലിയ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്നത് വളരെ ട്രൊമാറ്റിക് ആയ 2 ജീവിതങ്ങളുടെ യാത്രയാണ്. ആദിശേഷൻ എന്ന ബാലതാരത്തിന്റെ ഒരു നോട്ടം കൊണ്ടുപോലും പ്രേക്ഷകന്റെ കണ്ണ് നിറയ്ക്കുന്ന പ്രകടനം. മലയാള സിനിമയിലെ മികച്ച ടെക്നിക്കൽ ടീം തങ്ങളുടെ കരുത്തിന്റെ 100% കൊടുത്ത് കൊണ്ടുവന്നൊരു സിനിമ. രോമാഞ്ചം, ആവേശം, പൈങ്കിളി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആ സോണിൽ നിന്നെല്ലാം എൻറ്റയർലി വിട്ടു നിൽക്കുന്ന ഒരു തിരക്കഥ നൽകിയാണ് ജിത്തു മാധവൻ ബാലനിൽ പ്രേക്ഷകരെ മറ്റൊരു തരത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഹൈലി എന്റർടൈനിങ് എന്നതിൽ നിന്ന് ഹൈലി ഇന്റൻസിംഗ് ആയ കഥ പറച്ചിലേക്കുള്ള ഭീകരമായ ഷിഫ്റ്റ്. വൈകാരികതയെ ഒട്ടും ചോരാതെ പകർത്തിയെടുത്ത ഷൈജു ഖാലിദിന്റെ ഏറ്റവും മികച്ച ഫ്രെയിമുകൾ, കഥയ്ക്കൊപ്പം ഇഴകിച്ചേരുന്ന സുഷിൻ ശ്യാമിന്റെ സംഗീതം, വിവേക് ഹർഷന്റെ മികച്ച എഡിറ്റിംഗ്. വന്നവരും വന്നു പോയവരുമെല്ലാം തങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സമ്മാനിച്ച് കടന്നുപോയ സിനിമ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം തന്റെ അടുത്ത സിനിമ എന്തായിരിക്കണമെന്ന തെരഞ്ഞെടുപ്പിൽ സംവിധായകൻ ചിദംബരം നടത്തിയ ഏറ്റവും ബ്രില്യൻ്റ് ആയ ചോയ്സാണ് ബാലൻ എന്ന് നിസ്സംശയം പറയാം. ടിക്കറ്റ് എടുക്കുന്നവന് കണ്ണ് നിറച്ച് കൈയടിച്ച് ഇറങ്ങിപ്പോരാവുന്ന ഒരു സിനിമ. അതിനേക്കാളുപരി പ്രിയദർശൻ പറഞ്ഞതുപോലെ ദിസ് ഫിലിം ഈസ് ഗോയിങ് ടു ബി റിമെമ്പേർഡ് എവർ ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം ഫിലിം. ആൻഡ് അത് തന്നെയാണ് ബാലന്റെ പ്രോമിസിംഗ് ഫാക്ടർ.